താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഈ കഴിഞ്ഞ രാത്രി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഒരു ദർശനത്തെ കാട്ടി. ഒരു വേനൽക്കാലത്ത് ഒരു വയൽ പ്രദേശത്ത് ഒത്തിരി കുഴികൾ കുഴിച്ച് ആ കുഴികളുടെ അടുക്കലിരുന്ന് കരയുന്ന ഒത്തിരി പേർ. അവിടെ കണ്ണുനീർ കണ്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇവരെന്തിനാ കരയുന്നേ? കർത്താവിനോട് പറഞ്ഞു, അവർ പ്രതീക്ഷയോടെ കുഴിച്ചതാണ് വെള്ളത്തിന് വേണ്ടി. പക്ഷേ അവരുടെ പ്രതീക്ഷകൾ തകർക്കപ്പെട്ടു. അവർ പ്രതീക്ഷിച്ചത് അവർക്ക് കിട്ടിയില്ല. അതിൻ്റെ നിരാശയാണ് അവർ കരഞ്ഞ് തീർക്കുന്നത്. ഞാൻ അറിയാതെ പറഞ്ഞുപോയി, കഷ്ടം തന്നെ, കഷ്ടമാണ് അല്ലേ? നമ്മൾ പ്രതീക്ഷയോടെ ചില കാര്യങ്ങൾ ചെയ്യും. പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണമുള്ളത് അതിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ അതൊരു സങ്കടമാണ്. ആ സങ്കടം അവർ കരയുന്നു. അപ്പോൾ കർത്താവ് പിന്നെയും പറഞ്ഞു, എടാ മോനെ, അവരുടെ സങ്കടത്തിന് കാരണം അത് മാത്രമല്ല. നീ നോക്കിയേ. ഞാൻ നോക്കിയപ്പോൾ നല്ല വരൾച്ചയുടെ അനുഭവമാണ്. കണ്ടമൊക്കെ വിണ്ട് കീറിക്കിടക്കുന്നു. ഒരു സാധ്യതയുമില്ല. സാഹചര്യം ഒട്ടും അനുകൂലമല്ല ആ കുഴികളിൽ വെള്ളം നിറയുവാൻ. അപ്പോൾ എന്നിട്ടും ഇവർ കുഴിച്ചല്ലോ. അവരുടെ കണ്ണുനീർ വീഴേണ്ടത് തന്നെയാണ്. ഒരു സാഹചര്യം അനുകൂലമല്ലാതിരിക്കുന്നിടത്ത് പോയി കുഴിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, അതങ്ങനെയല്ല, എൻ്റെ വാക്ക് കേട്ടാ അവർ കുഴിച്ചത്, അതുകൊണ്ടാണ് അവരിത്രമാത്രം കരയുന്നേ. പലപ്പോഴും അങ്ങനെയല്ലേ, ഒരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ, സാഹചര്യം ഒന്നും അനുകൂലമല്ലാതിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് ചിലത് പറയും, നീ അത് ചെയ്യുക, നീ അവിടെ പോവുക. വളരെ പ്രതീക്ഷയോടെ നമ്മൾ പോവും അല്ലേ സഹോദര? ആ ജോലി സ്ഥലത്ത് കടന്നു പോയേ, ആ ജോലിക്കായിട്ട് ഇറങ്ങി, ആ ബിസിനസ് തുടങ്ങി, വിവാഹബന്ധത്തിലോട്ട് പ്രവേശിച്ച് സഹോദരി അല്ലേ, നോക്കിയതാ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ വരത്തില്ലല്ലോ കർത്താവേ. ഇങ്ങനെ ഒരു കുടുംബം അല്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ചേ. ഇങ്ങനെ ഒരു കുടുംബത്തിൽ എനിക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റുമോ? എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിക്കോ, അവിടെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെ കെട്ടും പാണ്ടവും എടുത്ത് ഇറങ്ങിയതാ ഭർത്താവിൻ്റെ വീട്ടിലേക്ക്. പക്ഷേ കണ്ണുനീരോട് കണ്ണുനീര് അല്ലേ സഹോദരി? അങ്ങനെയല്ലേ സഹോദര? ആ ജോലി സ്ഥലത്തേക്ക് ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു. പോയാൽ രക്ഷപ്പെടുമോ? അവിടെ പഴയതുപോലെ അല്ല, ഇത്രയും പൈസയൊക്കെ കൊടുക്കുകയാണ് വിസയ്ക്ക് വേണ്ടി അല്ലേ, ഒരുപാട് ചിലവാക്കിയാണ് പോകുന്നത്. പോയിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ? സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്, പറ്റത്തില്ല. പക്ഷെ കർത്താവ് ഒരേ പറച്ചില്ല, നീ പോ, അവിടെ നിന്നെ രക്ഷപ്പെടുത്താം. പ്രാർത്ഥിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞു, ദൈവ സാന്നിധ്യത്തിലൂടെ അത് അനുഭവിച്ചറിഞ്ഞു, പ്രവാചകന്മാരിലൂടെ അത് ഉറപ്പിച്ചു കിട്ടി. പിന്നെ മറ്റൊന്നും നോക്കിയില്ല, നേരെ വിട്ടു. അങ്ങനെയല്ലേ മാതാവേ, പിതാവേ, അറിയാം ഇവന്മാർ ഈ കോഴ്സൊക്കെ പഠിച്ച് ജയിക്കാൻ സാധ്യതയില്ല. ആഗ്രഹമുണ്ട് രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട്, ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? പക്ഷെ കർത്താവ് പറഞ്ഞു, പൊയ്ക്കോ, നിൻ്റെ പ്രതീക്ഷ പോലെ, നിൻ്റെ ആഗ്രഹം പോലെ നിൻ്റെ തലമുറയെ ഞാനവിടെ ഉയർത്തും. കടം വാങ്ങിയും പലിശക്കെടുത്തുമൊക്കെ ആ കോഴ്സിന് ചേർത്തു. കോഴ്സും കംപ്ലീറ്റ് ആക്കിയില്ല. അയ്യോ, അതിൻ്റെ പിന്നാലെ കടന്ന് കരയുകയാണ്. സഹോദരി, മാതാവേ, നിന്നെക്കുറിച്ചാ. മക്കളെ, നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഇറങ്ങി, കർത്താവ് എന്നെ ശക്തീകരിക്കും. എവിടെ? കർത്താവ് കൈവിട്ടു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടായിരിക്കുക. ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ ഒക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രതീക്ഷയൊക്കെ പോയി. കർത്താവേ, നീ കൈവിട്ടല്ലോ, നീ പറഞ്ഞതുകൊണ്ടാണല്ലോ, രക്ഷപ്പെടുമെന്ന് ഉറപ്പ് തന്നുകൊണ്ടാണല്ലോ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിലോട്ട് ഇറങ്ങിയേ അല്ലേ? പല നിലകളിൽ പ്രതീക്ഷയോടെ കുഴിച്ച കുഴികൾ നിറയുന്നില്ല, ശൂന്യമായിരിക്കുന്നു. അതോർത്ത് കരയുന്നു. കർത്താവും പറ്റിച്ചല്ലോ എന്ന ചിന്തയോടെ ഈ അവസ്ഥയിൽ ഞാനായിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിന്നെ ഇവനെ വേദപുസ്തകത്തിലൂടെ നടത്തി. ഇതേ അവസ്ഥയിലായിരിക്കുന്ന 3 രാജാക്കന്മാരെയും അവരുടെ ജനത്തെയും അവരുടെ വാഹന മൃഗങ്ങളെയും പെട്ടെന്ന് കർത്താവിനെ കാണിച്ചു. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് തന്നെ അവിടെ ഒരു പാട്ടുകാരന് മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരികയാണ്. ദൈവത്തിൻ്റെ കൈ വന്നു എന്ന് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 15-ാമത്തെ വാക്യത്തിൽ, 2 പ്രവാചകന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, പാട്ടുകാരനാണ് യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പാടുവാനുള്ളവൻ, യുദ്ധാനന്തരം യുദ്ധത്തിൻ്റെ വേദനകൾ അനുഭവിച്ചായിരിക്കുന്ന ഇഞ്ചേർഡ് ആയിരിക്കുന്നവർക്ക് ആശ്വാസം പകരുവാൻ പാടുവാൻ ഉള്ളവൻ, ജയം പാടി ആഘോഷിക്കുവാനുള്ളവൻ,
അവൻ്റെ മേൽ പെട്ടെന്ന് ദൈവത്തിൻ്റെ കരം വന്നു. അവൻ പ്രവചിച്ചു. അതുപോലെ പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറഞ്ഞ് ആ ദർശനത്തിൽ കണ്ട വ്യക്തികളോട് പ്രവചിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ സാഹചര്യം നോക്കേണ്ട. വേനലാണോ, മഴയില്ലാത്ത സമയമാണോ, നിങ്ങൾ നോക്കേണ്ട. ഈ കുഴികൾ വെള്ളം കൊണ്ട് നിറയും. കർത്താവ് പറഞ്ഞു, അതേ, നിന്നെ കേൾക്കുന്ന ഒത്തിരി പേർ ഈ അനുഭവത്തിലായിരിക്കുന്നു. അവരോട് വിളിച്ചു പറയ്. അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി തുറന്ന നിന്റെ വായിലൂടെ അവരത് കേൾക്കട്ടെ. അവർക്കൊപ്പം ശത്രുവിൻ്റെ തകർച്ച കണ്ട് സന്തോഷിച്ച നിന്റെ വായിലൂടെ അവരത് കേൾക്കട്ടെ. അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് വിളിച്ചു പറയട്ടെ. നിങ്ങൾ പ്രതീക്ഷയോടെ കുഴിച്ചു, ആഴത്തിൽ കുഴിച്ചു, പക്ഷേ അത് നിറയുന്ന അനുഭവം കാണുവാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യത്തിനൊത്തവണ്ണമുള്ളത് നേടുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവോ? കേൾക്ക്. സാഹചര്യം നോക്കി ഭയപ്പെടേണ്ട. ആ കുഴികൾ നിറയുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വചനം പറയുന്നു 17-ാമത്തെ വാക്യത്തിൽ, രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അപ്പോൾ കുഴികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷയോടെ ചെയ്തു. റിസൾട്ട് ഇല്ലാതെ ആയിരിക്കുന്ന ആ വിഷയങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ സഹോദര, വളരെ പ്രതീക്ഷയോടെ ആ തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങി കുഴിച്ചു. അയ്യോ, ഇപ്പോൾ അത് നിറയും. ഞാൻ സ്വപ്നം കണ്ട് ഇറങ്ങി തിരിച്ചതുപോലെ എല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. എൻ്റെ മക്കളുടെ കാര്യം ഈ തൊഴിൽ കൊണ്ട് നടക്കും. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ കഴിയും. മനോഹരമായൊരു ഭവനം ഞാൻ പണിയും, വസ്തു വാങ്ങും, വാഹനം വാങ്ങും. ദേശത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെടും, ദേശത്തിൽ ഞാൻ മാനിക്കപ്പെടും. അതേ സഹോദര, നിന്റെ ആഗ്രഹം മാത്രമല്ലായിരുന്നു, ദൈവം നിന്നോട് പറഞ്ഞത് അത് തന്നെയാണ്. നിന്നെ അനുഗ്രഹിക്കും. നീ ഇറങ്ങിപ്പോകുന്ന നാളുകളിൽ, നീ ദൈവശബ്ദത്തിനായി കാതോർത്തിരുന്ന സമയത്ത് കർത്താവ് നിന്നോട് പറഞ്ഞതാണ്, മകനെ നീ മുൻപോട്ട് പോ, മകളെ നീ മുൻപോട്ട് പോകും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, ദേശത്തിന് മധ്യത്തിൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും, മനോഹരമായ ഭവനം നിനക്ക് തരും, നീ മുഖാന്തരം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ആ വാക്കുകൾ വെറും വാക്കായി തീർന്നു എന്ന് ഭാരപ്പെട്ടായിരിക്കുന്നുവോ? കേൾക്ക്. സാഹചര്യം കണ്ട് ഭയപ്പെടേണ്ട. പലരും ഭയന്നായിരിക്കുന്നത് സാഹചര്യമാണ്. ആ രാജ്യത്തിലെ അവസ്ഥ മാറിയിരിക്കുന്നു, നിയമങ്ങൾ മാറിയിരിക്കുന്നു. അയ്യോ, അവിടെ ജോലി ചെയ്യുവാൻ പുറത്തുനിന്ന് നാളെടുക്കുന്നില്ല എന്ന അവസ്ഥയിൽ വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിയുക. നിന്നോടാ, നിന്റെ കാത്തിരിപ്പിന് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. സാഹചര്യം നോക്കേണ്ട. സാഹചര്യമെല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും വെള്ളം കൊണ്ട് താഴ്വര നിറയുന്ന അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ കുഴിച്ച കുഴികൾ നിറയുവാൻ പോകുക. പുതിയ ഉറവകൾ, വരുമാനത്തിന്റെ പുതിയ ഉറവകൾ നിന്റെ ഭവനത്തിനകത്തേക്ക് തുറക്കപ്പെടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അവനും അവനോടൊപ്പമുള്ളവരും അവരുടെ വാഹന മൃഗങ്ങളും കുടിച്ചു തൃപ്തി വരുവാൻ തക്കവണ്ണം, ദാഹം തീരുവാൻ തക്കവണ്ണം, മീൻസ് അവരുടെ ആവശ്യത്തിന് വേണ്ടത്. നോക്കൂ, ആ സംഭവം 3-ാം അധ്യായം 1 മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. 3 രാജാക്കന്മാർ, ഇസ്രായേൽ രാജാവ്, യഹൂദ രാജാവ്, ഏദോം രാജാവ്, ഇവർ 3 പേരും മോവാബ് രാജാവിനെതിരെ യുദ്ധത്തിന് പോവുകയാണ്. ഏദോം വഴി യുദ്ധത്തിന് പോവുകയാണ്. ഏദോമിലൂടെ യുദ്ധത്തിന് പോകുമ്പോൾ ഇവർക്ക് വഴിതെറ്റി ഇവർ മരുഭൂമിയിൽ അലയേണ്ടി വന്നു. ഒരാഴ്ച കഴിഞ്ഞു ജനമൊക്കെ ദാഹിക്കുവാൻ തുടങ്ങി, വാഹന മൃഗങ്ങൾ ദാഹിക്കുവാൻ തുടങ്ങി. അയ്യോ, ഏത് നിമിഷവും ഇനി മരണം മുൻപിൽ. ആ അവസ്ഥയിലേക്ക് ജനം എത്തിച്ചേർന്നു. അപ്പോഴാണ് ദൈവത്തിൻ്റെ കൈ ഒരു പാട്ടുകാരൻ്റെ മേൽ വന്നത്. ദൈവത്തിൻ്റെ കൈ ഒരു പാട്ടുകാരൻ്റെ മേൽ വന്നതും അവർ കേട്ടതും. നിങ്ങൾ കാറ്റ് കാണാത്തത് കൊണ്ട് ഭയപ്പെടേണ്ട. നിങ്ങൾ മഴക്കോൾ കാണാത്തത് കൊണ്ട് പേടിക്കേണ്ട. താഴ്വര വെള്ളം കൊണ്ട് നിറയും. സാഹചര്യം നോക്കി നിങ്ങൾ ഭയപ്പെടേണ്ട. ദാഹം തീരുവാനുള്ളത്, സ്തോത്രം, നിങ്ങളുടെ ആവശ്യത്തിന് ഒത്തവണ്ണമുള്ളത് വന്ന് നിറയുവാൻ പോകുക. നിങ്ങൾ കുഴിച്ചിട്ട് ആ കുഴികളെ യേശുവിൻ നാമത്തിൽ, ആ തൊഴിലിലൂടെ തന്നെ, ആ വരുമാന മാർഗത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വന്ന് നിറയുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. സഹോദരി, നീ വളരെ പ്രതീക്ഷയോടെ കുഴിച്ച ആ കുഴികൾ നിന്റെ കുടുംബജീവിതം ഒത്തിരി സന്തോഷിക്കണം, ഒത്തിരി
അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. കഴിഞ്ഞ നാളുകളിലെ കണ്ണുനീരും നിരാശയും വേദനയും എല്ലാം മാറിപ്പോകണം. പ്രതീക്ഷയോടെ നീ ആ ഭവനത്തിനകത്ത് കടന്നു ചെന്നു. പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണമുള്ളതൊന്നുമില്ല. നിന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നത് ചുറ്റുപാടും നോക്കിയിട്ട് അങ്ങനെയുള്ളൊരു സാഹചര്യവുമില്ല, അനുകൂലമായ സാഹചര്യമില്ല. ഒപ്പം നിൽക്കുവാൻ ആരുമില്ല, നല്ല വാക്ക് പറയുവാൻ ആരുമില്ല, ചേർത്ത് നിർത്തുവാനും ചേർത്ത് പിടിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ആരുമില്ല. അങ്ങനെയുള്ളവരൊക്കെ കൊത്തി അകറ്റുകയാ. ഓ താങ്ക് ഗോഡ്. വളഞ്ഞിട്ടാക്രമിക്കുക, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വളഞ്ഞിട്ടാക്രമിക്കുക, ഓടിക്കുവാൻ പദ്ധതി ഒരുക്കുക. ചേർത്ത് നിർത്തേണ്ടവർ തന്നെ ഓടിക്കുവാൻ പദ്ധതി ഒരുക്കുക. എന്തു ചെയ്യും കർത്താവേ? നിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചു. ഇവിടുന്ന് പരാജിതയായി ഞാൻ മടങ്ങേണ്ടി വരുമോ? അല്ല, ഇവിടെ തന്നെ ഞാൻ ഒടുങ്ങി പോകുമോ? എൻ്റെ സ്വപ്നങ്ങൾ നശിച്ചു പോകുമോ? എൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുമോ? നിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയിട്ടും എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് മദ്യപാനിയായ ഭർത്താവിനെ കുറിച്ച് ഓർത്ത്, സംശയരോഗിയായ ഭർത്താവിനെ കുറിച്ച് ഓർത്ത്, സമയത്തിന് വീട്ടിൽ വരാത്ത ഭർത്താവിനെ കുറിച്ച് ഓർത്ത്, മറ്റ് പല ബന്ധങ്ങളുമുള്ള ഭർത്താവിനെ കുറിച്ച് ഓർത്ത്, നിന്റെ മക്കളുടെയും കാര്യങ്ങൾ നേരാവണ്ണം നോക്കാത്ത ഭർത്താവിനെ കുറിച്ച് ഓർത്ത്, അവനൊപ്പമുള്ള കുടുംബജീവിതത്തെ കുറിച്ച് ഓർത്ത് നീ ഭാരത്തോടെ ആയിരിക്കുന്നുവോ? കേൾക്ക്, സാഹചര്യം സ്തോത്രം നിന്നെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് നോക്കേണ്ട. താഴ്വര വെള്ളം കൊണ്ട് നിറയും. അതെ അതെ അതെ, നിന്റെ കുടുംബ ജീവിതം അനുഗ്രഹമായി തീരും. നീ സന്തോഷമായി ജീവിച്ച് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നിന്റെ കുടുംബ ജീവിതം മാറിയ, യേശുവിൻ നാമത്തിൽ നിന്റെ ഭർത്താവിന്റെ ജീവിതം മാറിയ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദരി, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സഹോദര, സാഹചര്യം നോക്കേണ്ട. സാഹചര്യം നോക്കിയാൽ നടക്കത്തില്ല, അവൾ വരത്തില്ല. അവൾ തന്നെ പറഞ്ഞു കഴിഞ്ഞ്, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇനി നിങ്ങൾക്കൊപ്പം ജീവിക്കുവാൻ കഴിയത്തില്ല. ഞാൻ ആഗ്രഹിച്ചാലും അതിന് കഴിയാത്ത വിധത്തിൽ എന്തൊക്കെയോ സംതിങ് സ്പെഷ്യൽ നമ്മുടെ ജീവിതത്തിനിടയിൽ സംഭവിച്ചിരിക്കുന്നു. അവൾ പറയാതെ പറയുകയാണ്. സ്തോത്രം. അവളെ അറിയുന്നവർ പറയുകയാണ്, എന്തോ സംഭവിച്ചിരിക്കുന്നു, ഇനി അവൾ ഒരിക്കലും നിനക്കൊപ്പം ജീവിക്കത്തില്ല. അവളുടെ വാക്കുകൾക്ക് മാറ്റമുണ്ടാകുവാൻ പോകുക. ആ സാഹചര്യമാണ് നിന്നെ ഭയപ്പെടുത്തുന്നത്. എന്നാൽ കേൾക്ക്, നീ കുടുംബജീവിതം തകർന്ന്, കുടുംബജീവിതം തകർന്ന് അത് മുഖാന്തരം നിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. എന്ത് പ്രതീക്ഷിച്ചാണോ നീ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചത്, അത് നിന്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് തരിക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തകർച്ചകളെ പണിതുയർത്തുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഇപ്പോൾ നീ അനുഭവിക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ ആമേൻ ആമേൻ. പ്രാർത്ഥിക്കുക സഹോദര. സ്തോത്രം. സഹോദരി പ്രാർത്ഥിക്ക്. നീ പ്രതീക്ഷിച്ചത് നിന്റെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക. നീ ദാഹിച്ച്, നീ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ട്, നീ വരണ്ടുണങ്ങി നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. മാതാവേ, പിതാവേ, കേൾക്കണമേ. നിങ്ങളുടെ മക്കൾ, ചിലരുടെ മക്കൾ അതേ മരുഭൂമിയുടെ അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ അവരെ ഉന്തി തള്ളിവിട്ടു. ഇന്ന് അവർ തിരിച്ചു പറയുന്ന വാക്കുകൾ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നുണ്ട്. അമ്മയുടെ സ്വാർത്ഥത, അപ്പൻ്റെ സ്വാർത്ഥത, ഞാൻ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ച് നിന്നേനെ, എന്നെ ഈ മരുഭൂമിയിലിട്ടു, എന്നെ ഇവിടെ ഇട്ട് കൊല ചെയ്യുക. അതേ പറഞ്ഞതിനെ വേദനിപ്പിക്കുന്നുണ്ട്. നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന മറ്റൊന്നുണ്ട്. മക്കളെ അവിടേക്ക് തള്ളിവിടുവാൻ കാരണമായി തീർന്ന ദൈവത്തിന്റെ ശബ്ദം, പ്രവചനങ്ങൾ, ആലോചനകൾ, വചനത്തിലൂടെ ദൈവം നിന്നോട് ഇടപെട്ടത്. കർത്താവ്, നീ എന്നോട് ഇടപെട്ടിട്ടും, നീ എന്നോട് സംസാരിച്ചു, നിന്റെ വാക്ക് ഞാൻ അനുസരിച്ചിട്ടും എൻ്റെ തലമുറകൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഭാരത്തോടെ ആയിരിക്കുന്നു. സാഹചര്യമൊന്നും അനുകൂലമല്ല ദൈവദാസനെ എന്ന് പറയുവാൻ വായ് തുറക്കേണ്ട. സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിരിക്കുമ്പോൾ തന്നെ കാറ്റുമില്ല, മഴക്കോളുമില്ല, പക്ഷേ താഴ്വരെ വെള്ളം കൊണ്ട് നിറപ്പിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം നിന്റെ തലമുറകളായിരിക്കുന്ന സ്ഥാനത്തുണ്ട്. പുതിയ ഉറവകൾ, യേശുവിൻ നാമത്തിൽ അവർ ആയിരിക്കുന്ന മരുഭൂമിയുടെ വരൾച്ചയുടെ അനുഭവത്തെ മാറ്റുന്ന പുതിയ ഉറവകളെ അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ കർത്താവ് തുറന്നു നൽകിയ, അവർ അവിടെ നശിച്ചു പോകാതിരിക്കുവാൻ, അവരുടെ ജീവിതം നശിച്ചു പോകാതിരിക്കുവാൻ, അവരുടെ ഭാവി പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ തകർന്നു പോകാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം അവിടെ പുതിയ ഉറവകളെ എൻ്റെ കർത്താവ് അവർക്ക് വേണ്ടി തുറന്നു നൽകിയ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രതീക്ഷ വച്ചു, പഠിപ്പിച്ചു, കയ്യിലുള്ളതെല്ലാം മുടക്കി വിറ്റുപറക്കി. പക്ഷെ ഇന്ന് അവരാ മരുഭൂമിയുടെ അവസ്ഥയിലായിരിക്കുന്നു. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. പഠിപ്പിച്ചത് വെറുതെ ആയല്ലോ കർത്താവേ. ചോദ്യം ഇതാണ്, ആ താഴ്വരയും വെള്ളം കൊണ്ട് നിറയുവാൻ പോകുക. താങ്ക് ഗോഡ്. ആ താഴ്വര ഇതെങ്ങനെ സംഭവിക്കും ദൈവദാസനെ? പലരുടെയും ചിന്ത ഇതാണ്, ദൈവദാസനെ ഇതെങ്ങനെ സംഭവിക്കും? നോക്കൂ, തുടർന്ന് താഴേക്ക് വായിച്ചു വരുമ്പോൾ 20-ാമത്തെ വാക്യത്തിൽ, പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിൻ്റെ സമയത്ത് വെള്ളം ഏതോ വഴിയായി വരുന്നത് കണ്ടു. മുകളിൽ നിന്ന് വന്നു എന്നല്ല. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവർ ആയിരിക്കുന്ന സ്ഥാനം എവിടെ? മരുഭൂമിയിൽ
മഴ പെയ്താലേ വെള്ളം വരത്തുള്ളൂ. എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കറിയാം. വേറെ ഒരിടത്തും വരാൻ സാധ്യതയില്ല, ഒരു സാധ്യതയുമില്ല. പക്ഷേ വെള്ളം ഉയരത്തിൽ നിന്നല്ല, നോഹയുടെ കാലത്തിന് മുമ്പ് എന്ന പോലെ ഭൂമിയുടെ അടിയിൽ നിന്നുമല്ല, ഏതോ വഴിയായി. ഓ താങ്ക് ഗോഡ്, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതോ വഴിയായി ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, വെള്ളം വണ്ടി പിടിച്ച് വരിക. യെസ്, യേശുവിൻ നാമത്തിൽ ഏതോ വഴിയായി അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് ഉറവ പൊട്ടി പുറപ്പെടുക. യെസ്, യേശുവിൻ നാമത്തിൽ നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് പലയിടത്തേക്കും പ്രതീക്ഷയോടെ നീ നോക്കി, പലരിലേക്കും പ്രതീക്ഷയോടെ നോക്കി. അവിടെ ഒന്നും നിന്റെ പ്രതീക്ഷയ്ക്ക് പൂർത്തീകരണം വരുത്തുന്നതില്ല. നീ ഭാരപ്പെട്ടു പോയി. എന്നാൽ വെള്ളം ഏതോ വഴിയായി വരിക. പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് ഏതോ മരുഭൂമിയാകട്ടോ, മരുഭൂമി വഴിയായിട്ട് വെള്ളം വരിക. ഓ താങ്ക് ഗോഡ്. മരുഭൂമി കണ്ട്, സാഹചര്യം കണ്ട് നീ ഭയപ്പെടേണ്ട. നീ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയവളാണോ? ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയവനാണോ? മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. നിങ്ങൾക്ക് വേണ്ടി ഏത് മരുഭൂമിയുടെ അവസ്ഥയിലും വെള്ളം വരും, ആ കുഴി നിറയും. യെസ്, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ, നിങ്ങൾ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. മൃഗവാഹനങ്ങൾ കുടിച്ചു, ആടുമാടുകൾ കുടിച്ചു, പടയാളികൾ കുടിച്ചു, രാജാക്കന്മാർ ഹാപ്പിയായി. രാജാക്കന്മാർ ഹാപ്പിയായി തീർന്നില്ല. സ്തോത്രം. രാജാക്കന്മാർ ഹാപ്പിയായി. ആ കുഴികളെല്ലാം നിറഞ്ഞു. കരഞ്ഞുകൊണ്ടിരുന്നവർ, ഓ സ്തോത്രം, സന്തോഷിക്കുവാനായി തുടങ്ങി. അവർ ഉച്ചത്തിൽ ദൈവത്തിന് ആർപ്പിടുവാനായി തുടങ്ങി. സ്തോത്രം. പെട്ടെന്ന് ആ ദർശനത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. ആ ആർപ്പിൻ്റെ ശബ്ദം ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. അതെ, അത് നിങ്ങളിൽ നിന്ന് ഞാൻ കേൾക്കുവാൻ പോകുന്നു. യെസ്, യേശുവിൻ നാമത്തിൽ ആ ആർപ്പിൻ്റെ ശബ്ദം, ആ ആർപ്പിൻ്റെ ശബ്ദം. ദൈവത്തിൻ്റെ കൈ ആ പാട്ടുകാരനിൽ വന്നപ്പോൾ അവൻ ചേർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രദ്ധിച്ചാട്ടെ, അതിൻ്റെ 18-ാമത്തെ വാക്യം കൂടെ. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബിയരുടെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ആ കുഴികൾ നിറച്ചു തരുന്നത് പോരാ, ആ താഴ്വര മുഴുവനും വെള്ളം കൊണ്ട് നിറയ്ക്കുന്നത് പോരാ എന്ന് തോന്നിയിട്ട്, പോരാ എന്ന് തോന്നിയിട്ട്, പ്രിയരെ സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, നിങ്ങളെ അനുഗ്രഹിച്ചത് പോരാ, നിങ്ങളെ മാനിച്ചത് പോരാ, നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് പോരാ എന്ന് എൻ്റെ ദൈവത്തിന് തോന്നുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. ഓ സ്തോത്രം. അർത്ഥം, അബ്രഹാം തന്നെ അനുഗ്രഹിച്ച ദൈവത്തെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവൻ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, അനുഗ്രഹിച്ചു. അനുഗ്രഹം തന്നെ ഐശ്വര്യമാണ്, അനുഗ്രഹം തന്നെ സന്തോഷമാണ്. എന്നാൽ ഞാനിങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ദൈവം അബ്രഹാമിനെ അനുഗ്രഹം കൊണ്ട് കുളിപ്പിച്ചു. ഓ താങ്ക് ഗോഡ്. ഐശ്വര്യമായി അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചിട്ടും 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 ദൈവത്തിന് കൊതിയും മതിയും തീർന്നില്ല. നിന്നെ എത്ര അനുഗ്രഹിച്ചാലും ദൈവത്തിന് കൊതി തീരത്തില്ല. കാരണം നീ അവന്റെ വാക്ക് കേട്ട് ഇറങ്ങിയവനാണ്. നീ കുഴി കുഴിച്ച് കാത്തിരിക്കുന്നവനാണ്. ഓ സ്തോത്രം. പിശാച് പറയും ആ കുഴിയിൽ തന്നെ നിന്നെ ഇട്ട് മൂടും. എന്നാൽ കർത്താവ് പറയും ആ കുഴി നിറഞ്ഞു വരും. ഓ സ്തോത്രം. ആ കുഴി നിറഞ്ഞു വരും. നഷ്ടപ്പെട്ടു പോകുമെന്ന് നീ ഭയപ്പെടുന്ന ഒത്തിരി, നിനക്കൊപ്പമുള്ള ഒത്തിരി പേർ, ഒത്തിരി അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ആ കുഴിയിൽ നിന്ന് വരുന്നത് കൊണ്ട് ദാഹം തീർത്ത് തൃപ്തരായി മാറും. ഓ ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളുടെ മുൻപിൽ മുട്ടുകുത്തിക്കും. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ നിന്ദിച്ച, അപമാനിച്ച, പരിഹസിച്ച, ഭയങ്കര സംഭവം എന്നും പറഞ്ഞിറങ്ങിയതാ, പ്രാർത്ഥിച്ച് ഇപ്പം നേടാമെന്നും പറഞ്ഞിറങ്ങിയതാ അല്ലേ? പരിഹാസം, പരിഹസിക്കുന്നവർ നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തും. വാക്ക് തെറ്റിച്ചവർ, വ്യവസ്ഥ തെറ്റിച്ചവർ. നോക്കി, ഇവര് 3 പേരും കൂടെ യുദ്ധത്തിന് പോകുന്നത് ചുമ്മാ അല്ല കേട്ടോ. മോവാബ് രാജാവായ മേശ, അവരും ഇസ്രായേൽ രാജാവിൻ്റെ അപ്പനുമായിട്ടൊരു കരാറുണ്ടായിരുന്നു. ഈ കരാർ ലംഘിച്ചപ്പോഴാ ആ ലംഘനം ചോദിക്കാൻ വേണ്ടി പോയത്. ചില കരാറുകൾ ലംഘിച്ചിട്ട്, ചില ഉടമ്പടികൾ ലംഘിച്ചിട്ട്, വിശ്വാസവഞ്ചനകൾ കാട്ടി. അത് തന്നെ കർത്താവ് പറയുന്നു, വിശ്വാസവഞ്ചകന്മാരാൽ വഴിയിൽ അലഞ്ഞ് ഉലയേണ്ടി വരുന്നവർ. ആ രാജ്യത്ത് കടന്നുപോയി നിന്നെ പറ്റിച്ചു. പറ്റിക്കലിൻ്റെ ഫലമായി നീ അവിടെ കരയുന്നുണ്ട്. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പലരും പറ്റിച്ചതുകൊണ്ട് കടക്കാരായി മാറിയവർ, ബാധ്യതയിൽ പെട്ടുപോയവർ, പുറത്തു വരുവാൻ കഴിയാതെ പിടിക്കപ്പെട്ടവർ, തലമുറകളെ പലരും ചതിച്ചതുകൊണ്ട്, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരെ തെറ്റിച്ചു കളഞ്ഞതുകൊണ്ട്, ഭർത്താവിനെ, ഭാര്യയെ
സ്തോത്രം. പല നിലകളിൽ ചതിക്കപ്പെട്ടവർ, പിശാചിനാൽ ചതിക്കപ്പെട്ടവർ കൂടെ എന്നെ കേൾക്കുന്നുണ്ട്. ആത്മീയ ജീവിതം പോലും നഷ്ടപ്പെട്ടു പോയി. പിശാചിനാൽ ചതിക്കപ്പെടുമ്പോഴാണ് നിങ്ങളുടെ ആത്മീയ ജീവിതം നഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സാഹചര്യം പലതായിരിക്കാം. ചിലപ്പോൾ തോന്നും ഇന്ന് പ്രാർത്ഥിക്കേണ്ട. അതിനർത്ഥം പിശാച് നിങ്ങളോട് സംസാരിച്ചു, ആ സംസാരവുമായി നിങ്ങൾ എഗ്രിമെന്റ് സൈൻ ചെയ്തു. പിശാചാണ് പറയുന്നത് പ്രാർത്ഥിക്കേണ്ട എന്ന്. പ്രിയരെ, പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു സ്വബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം. അവൻ സാഹചര്യം നോക്കി പ്രാർത്ഥിക്കാതിരിക്കരുത്, അവസ്ഥ നോക്കി പ്രാർത്ഥിക്കാതിരിക്കരുത്. പിശാചുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യരുത്. പിശാച് നിങ്ങളെ ചതിച്ചു കളയും. അങ്ങനെ പിശാചിനാൽ ചതിക്കപ്പെട്ടവർ, ആത്മീയ ജീവിതം നഷ്ടപ്പെട്ട്, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ട് അലഞ്ഞ് ഉലയുന്നവർ, അതെ, ആ ശത്രുവിനെ, ആ പന്ന പിശാചിനെ, നിന്റെ പ്രാർത്ഥനാ ജീവിതം, നിന്റെ ആത്മീയ ജീവിതം തകർത്ത പന്ന പിശാചിനെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. യെസ്, ഇത് പോരാ എന്ന് തോന്നിയിട്ട്, നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചത് പോരാ എന്ന് ദൈവത്തിന് തോന്നിയിട്ട് ആ പിശാചിനെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ഓ താങ്ക് ഗോഡ്. നിന്നെ കടക്കാരിയാക്കി തീർത്ത ആ ദേശത്തിന് മധ്യത്തിൽ ചോദ്യചിഹ്നമാക്കിയ ആ വ്യക്തികളെ നിന്റെ കൺമുൻപിൽ കൊണ്ടുവരും, നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. യെസ്, ആമേൻ. ആ സ്ഥാപനം അവിടെ നടത്തുവാൻ കഴിയാതെ, അല്ലേ, നിന്റെ ശുശ്രൂഷയെ തകർത്ത ശുശ്രൂഷക, സ്തോത്രം, ഒപ്പം നിന്ന് നിന്നെ ചതിച്ച, ഒപ്പം നിന്ന് പാലം വലിച്ച അവരെ നിന്റെ കരങ്ങളിൽ കർത്താവ് ഏൽപ്പിക്കും. നിന്റെ ആലയത്തെ പൊളിച്ചു കളഞ്ഞ, നിന്റെ ശുശ്രൂഷയെ പൊളിച്ചു കളഞ്ഞ, നിന്റെ വ്യക്തി ജീവിതത്തെ പലരുടെ മുമ്പിൽ അപമാനമാക്കി മാറ്റി. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ ശരീരത്തെ തകർത്ത് കളയുന്ന ആ പിശാചിനെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. മീൻസ് നീ സൗഖ്യമാകുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. പ്രതീക്ഷയോടെ പലതും ചെയ്തു, അയ്യോ ചെയ്തതെല്ലാം വെറുതെ ആയി തീർന്നു, ഒരു ഉപയോഗമില്ലല്ലോ. ഭാരപ്പെടേണ്ട. നിങ്ങൾ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിയവരാണ്. ആ പാട്ടുകാരൻ്റെ മേൽ ദൈവത്തിൻ്റെ കൈ വന്നതുപോലെ എൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. നിങ്ങളോട് ഞാൻ പ്രവചിച്ചു പറഞ്ഞു. ഇപ്പം ചിലർക്കൊരു സംശയമായി കാണും, ദൈവദാസനെ നിങ്ങളൊരു മൂളിപ്പാട്ട് പോലും പാടുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. പാട്ടുകാരൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യുദ്ധത്തിൽ ഇഞ്ചുവിടാകുന്നവരെ പാടി ആശ്വസിപ്പിക്കുക. അതുതന്നെയാണ് വചനത്തിലൂടെ ഞാൻ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. തളർന്നു പോയവർ, ബലഹീനപ്പെട്ടു പോയവർ, പരാജയ ഭാരമേറ്റ് ഇനി മുൻപോട്ടില്ല എന്ന് തളർന്നിരിക്കുന്നവർ, നിങ്ങളെ ഞാൻ വചനത്തിലൂടെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ജയിക്കുമ്പോൾ നിങ്ങൾക്കൊപ്പം നിന്ന് ഗീതങ്ങളെ പാടിക്കൊണ്ടേ ഇരിക്കുന്നു. അതേ വചനത്തിലൂടെ നമ്മൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവിൻ്റെ ശക്തിയും ഞാൻ വിശ്വസിക്കുന്നു ആ കുഴികൾ നിറയും. നമ്മൾ ഒരുമിച്ച് പിന്നെയും കർത്താവിനെ മഹത്വപ്പെടുത്തും. തീർന്നില്ല, ശത്രുക്കളും നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളറിയുന്ന ബാധിക്കപ്പെട്ട ഒത്തിരി പേരിലേക്ക് മെസ്സേജുകൾ ഷെയർ ചെയ്യുക. അതുപോലെ ഒത്തിരി പേരെ പ്രൊഫസർ ഫാമിലിയുമായി ചേർത്ത് നിർത്തുക. ഞങ്ങളുടെ കോൺടാക്റ്റുകൾ കൈമാറിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രൊഫസർ ഫാമിലിയിലേക്ക് അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. അതേ, നമ്മൾ കർത്താവിനെ സ്തുതിക്കും. നിങ്ങൾക്ക് ആശ്വാസമായി, നിങ്ങൾക്ക് ശക്തിയായി, വിടുതലായി പ്രൊഫസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശം മാറും. ഒത്തിരി പേരുടെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിച്ചു. അതേ, നിങ്ങളുടെ ജീവിതത്തിലും അതിന് മാറ്റം വരത്തില്ല. അതങ്ങനെ തന്നെ സംഭവിക്കും. എല്ലാ വെള്ളിയാഴ്ചയും പ്രൊഫസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതൽ പ്രൊഫസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതേ, പ്രൊഫസർ ഫാമിലിയുടെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുമാറാക്കും. താഴ്വര വെള്ളം കൊണ്ട് നിറയുമാറാകും. പിന്നെയും എല്ലാ ഞായറാഴ്ചയും 10 മണി മുതൽ നമ്മുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു ആരാധനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്യുക. നിങ്ങളൊരു ആലയത്തിൽ കടന്നു പോകുന്നില്ല, നിങ്ങളൊരു ആത്മീയ ആരാധനയ്ക്ക് കൂടുന്നില്ല എങ്കിൽ മാത്രം പ്രൊഫസർ ഫാമിലിയിലേക്ക് സ്വാഗതം. നമുക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം, വാഴ്ത്തി ആരാധിക്കാം, വിടുതലുകളെ പ്രാപിച്ചെടുക്കാം, ശൂന്യമായ കുഴികളെ നിറയ്ക്കാം. നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഒരു പ്രയർ പ്രൊഫസർ ഫാമിലിക്കൊപ്പം ഉപവാസത്തോടെ ഒരു പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ മാസത്തിൻ്റെ അവസാനവും പ്രൊഫസർ ഫാമിലി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കുന്നു. ഞങ്ങളുടെ ഒരു മിഷണറി പ്രവർത്തനത്തെ മുൻനിർത്തി ആ മിഷണറി പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാനും ഒരു ഉപവാസം ക്രമീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവസരമുണ്ട്. എന്നാൽ കണ്ണടച്ചോ, വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല പകൽക്കാലം അപ്പനെ അടിയൊപ്പമായിരിക്കുന്നവർ ഏറെ കുഴിച്ചു പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട്. കാണുവാനില്ല, ഉറവകളില്ല, ഭാരപ്പെട്ടായിരിക്കുന്നു. അപ്പാ ആ ശൂന്യത മാറി, വരൾച്ച മാറി, ദാഹിച്ച്
അവർക്കൊപ്പമുള്ള പലതും നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം ആ കുഴികൾ നിറയട്ടെ. പുതിയ ഉറവകൾ, ഓ സ്തോത്രം, പ്രതീക്ഷയോടെ ചെയ്തതിലൊക്കെ റിസൾട്ട് ഉണ്ടാകട്ടെ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. അപ്പാ ഇവർക്ക് വേണ്ടി എൻ്റെ ദൈവം അങ്ങ് പ്രവർത്തിക്കണമേ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. യേശുവേ മനസ്സലിയണമേ. അപ്പാ കർത്താവേ, ചതിക്കപ്പെട്ടവർ, പല രാജ്യങ്ങളിൽ ചതിക്കപ്പെട്ടായിരിക്കുന്നവർ വഴി തുറക്കപ്പെടട്ടെ. ശത്രുവിൻ്റെ മധ്യത്തിൽ അവർ മാനിക്കപ്പെടട്ടെ. സഹായികൾ ഇവർക്ക് വേണ്ടി എഴുന്നേൽക്കട്ടെ. നിയമങ്ങൾ മാറട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ. ബാധിക്കപ്പെട്ടവർ പുറത്തു വരുവാൻ തക്കവണ്ണം നിയമങ്ങൾ മാറട്ടെ. ജയിലുകളിലായിരിക്കുന്നവർ പുറത്തു വരുവാൻ തക്കവണ്ണം, വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുവാൻ തക്കവണ്ണം, ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം നിയമങ്ങൾ മാറട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കടഭാരങ്ങളിൽ പെട്ട് ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, അപ്പോൾ ആ ബാധ്യതകൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഈ ജനത്തിനായ വഴികളെ തുറക്കണമേ. അപ്പോൾ ആരുടെ മുമ്പിൽ കൈനീട്ടുവാൻ അനുവദിക്കരുതേ. സ്തോത്രം. സാവകാശങ്ങൾ കിട്ടട്ടെ. ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. അവകാശങ്ങളുടെ പേരിലുള്ള കടന്നുകയറ്റം അഴിഞ്ഞു മാറട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ. അപ്പനങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. മാനസികമായ രോഗങ്ങൾ മാറട്ടെ. പൈശാചികമായ ബാധിപ്പുകൾ വിട്ടുമാറട്ടെ. പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാതെ രോഗത്തിൽ അടയ്ക്കപ്പെട്ടവർ പുറത്തു വരട്ടെ. ആശുപത്രി കിടക്കകൾ മാറ്റിവിരിക്കപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറട്ടെ. ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കോടതിയിൽ തീർപ്പുണ്ടാകട്ടെ. യാസ് തലമുറകളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. വിദ്യാഭ്യാസം, മുൻപോട്ടുള്ള ജീവിതം, ഓ സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട വഴികൾ, വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുപ്പാ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, മനസ്സലിയണമേ. അപ്പാ ഈ ജനത്തോട് മനസ്സലിയണമേ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. സ്തോത്രം. വാഗ്ദത്തം ഇവരുടെ അവകാശമായി മാറട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ഭവനങ്ങളില്ലാത്തവർ മനോഹരമായ ഭവനങ്ങളെ പണിയട്ടെ. ഭവനങ്ങളെ വാങ്ങട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ആത്മീയ ഭൗതിക ജീവിതം പണിയപ്പെടട്ടെ. ശുശ്രൂഷാ ജീവിതം പണിയപ്പെടട്ടെ. ബിസിനസ്സുകൾ, വലുതും ചെറുതുമായ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. പലയിടങ്ങളിൽ ജോലിക്ക് കടന്നുപോയി ഊഴിയ വിചാരകന്മാരാൽ ബാധിക്കപ്പെട്ട് ഉപദ്രവിക്കപ്പെട്ടായിരിക്കുന്ന അനുഭവം യേശുവിൻ നാമത്തിൽ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. പിതാവിൻ്റെ പുത്രന്റെ പേര് ഈ ശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ പറക്കാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.